ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും നല്ലൊരു ശിശുദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിക്കിലേക്ക് പോവാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് പല സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതിനായി നിങ്ങൾ ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പക്ഷേ എൻ്റെ അറിയാത്ത കുട്ടിക്കാർക്കായിട്ട് ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോൾഡ് ആക്കേണ്ടി വരുന്നതാണ്, ഇറ്റാലിക് ആക്കേണ്ടതാണ്, അതുപോലെ തന്നെ അണ്ടർലൈൻ കട്ട് ഒക്കെ ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി നിങ്ങൾക്ക് ആവശ്യമുള്ള ചാറ്റ് എടുക്കുക. നിങ്ങൾക്ക് ബോൾഡാണ് ആദ്യമായി ആക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സ്റ്റാർ എന്ന് ഫസ്റ്റ് ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. പിന്നെ ഒന്നും കൂടിയും ആ സ്റ്റാർ ക്ലോസ് ചെയ്യുക. സ്പേസ് വിടാതെ നിങ്ങൾ ആ സ്റ്റാർ ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ കറക്റ്റായിട്ട് കണ്ടില്ലേ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബോൾഡായിട്ട് ലഭിക്കുക. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ടെക്സ്റ്റിൽ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങളുടെ സിമ്പിൾസിൽ പോയിട്ട് ടിൽറ്റ് എടുക്കുക. ഒരു കർവ് ലൈൻ എടുക്കുക, ടിൽറ്റാണ് അതിൻ്റെ പേര്. ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. പിന്നെ സ്പേസ് വിടാതെ തന്നെ ആ ടിൽറ്റ് ഒന്നും കൂടി അടിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് കട്ടായിട്ടാണ് വന്നത്. ഇപ്പോൾ ഞാൻ സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ കട്ടായിട്ടാണ് എനിക്ക് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് കട്ടാക്കുക. നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് എങ്ങനെയാണ് ഇറ്റാലിക് ആക്കുക എന്ന് നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം അണ്ടർസ്കോർ ടൈപ്പ് ചെയ്യുക. അണ്ടർസ്കോർ എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ശേഷം ഒന്നും കൂടി അണ്ടർസ്കോർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് ഇറ്റാലിക് ആയിട്ട് വന്നു. ഇങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ഫോർമാറ്റ് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഇറ്റാലിക് ടൈപ്പ് ചെയ്യുക. ടിപ്പ് നമ്പർ 2, ഗ്രൂപ്പിലെ വ്യക്തികൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഗ്രൂപ്പിലെ മെസ്സേജ് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതിനായി ഞാൻ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത ശേഷം അവിടെ നിന്നും നിങ്ങൾക്ക് ഏത് പേഴ്സൺ ആണോ മെസ്സേജ് അയക്കേണ്ടത് ആ ജസ്റ്റ് ആ നമ്പറിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് മെസ്സേജ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കണമെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക. ശേഷം അവിടെ 3 ഡോട്ട്സിൽ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അവിടെ റിപ്ലൈ പ്രൈവറ്റ്ലി എന്നുണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. ഇത് ലാസ്റ്റ് ടിപ്പാണ്. ഓക്കെ, നമ്മുടെ ഈ വാട്സപ്പ് ട്രിക്സിൻ്റെ ലാസ്റ്റ് പാർട്ടും കൂടിയാണ്. ലാസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ടിപ്പാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് ആർക്കും അറിയാത്തൊരു ടിപ്പായിരിക്കും. കാരണം 99.9% ആർക്കും അറിയാത്ത ഒരു യൂണിക് ടിപ്പാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏവർക്കും വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഇന്ന വ്യക്തിയിൽ നിന്നും ഈ മെസ്സേജ് ലഭിച്ചു എന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കില്ലേ, ഒരു ടോണൊക്കെ വെച്ചിട്ട്. അത് നിങ്ങൾക്ക് ഒരു സ്പെസിഫൈ പേഴ്സണിന് ചേഞ്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് നോക്കേണ്ടി വന്നില്ല അത് എന്താണ് മെസ്സേജ് വന്നതെന്ന്. ആ ടോണിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത് ഏത് വ്യക്തിയാണെന്ന്. അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളൊരു ചാറ്റ് എടുക്കുക. അവിടെ നിന്നും ആ ചാറ്റ് സെലക്ട് ചെയ്ത ശേഷം അവിടെ നിന്നും കസ്റ്റം നോട്ടിഫിക്കേഷൻസ് എന്ന് ലഭിക്കുക എന്നാണ്. അവിടെ നിന്നും അത് ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ടോൺ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോണ് സെലക്ട് ചെയ്യാം. ഓക്കെ, മീഡിയ സ്റ്റോറേജ് എന്ന് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഫോൺ സ്റ്റോറേജ് എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ലൈറ്റും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. വൈറ്റ് ആക്കുക, റെഡ് ആക്കുക, യെല്ലോ ആക്കുക, ഗ്രീൻ ആക്കുക, സ്കാൻ ആക്കുക, പല ലൈറ്റും ഉണ്ട്. ഓക്കെ, ഇത് എനിക്ക് ആർക്കും അറിയാത്ത ടിപ്പായിരിക്കും, യുണീക്കാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക. ഓക്കെ, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വാട്സപ്പ് ട്രിക്സിനെ കുറിച്ച് 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, താങ്ക് യു.